വെടിനിർത്തൽ ലംഘിച്ച് തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം. 2 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ ജലക്ഷാമം രൂക്ഷമാണ്. വടക്കൻ ഗസയിൽ പലസ്തീനികളുടെ നിരവധി വീടുകൾ ഇസ്രായേൽ തകർത്തു. ഒരു ബന്ദിയും മൃതദേഹം കൂടി ഇന്ന് കൈമാറുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്രവാദ കേസിൽ വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഇസ്രായേലിലെ വിവാദ നിയമം റദ്ദാക്കണമെന്ന് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. MC നാസർ ചേരുന്നു. MC ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും. മാത്രവുമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നു. ആക്രമണത്തിനൊപ്പം തന്നെ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇന്നും ഇന്നലെയുമായി തെക്കൻ ഗസയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഗസ സിറ്റിയിലും വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലുമായിരുന്നു ആക്രമണം കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും തെക്കൻ ഗസയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വസതികൾ അതോടൊപ്പം തന്നെ ചെറിയ കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ ഒരു വെടിനിർത്തൽ കരാറിനോട് അതിൻ്റെ വ്യവസ്ഥകളോട് ഒരു നിലക്കും നീതി ചെയ്യാതെ അത് നിരന്തരം ലംഘിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു ശേഷ പ്രവർത്തനങ്ങളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനോ തടയാനോ ഉള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഭാഗത്തു നിന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് പരമാവധി മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൈമാറാനുള്ള ത്വരിതഗതിയിലുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇന്നലെ രാത്രി ഒരു ബന്ദിയുടെ മൃതദേഹം കൈമാറിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 15 പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഇസ്രായേൽ കൈമാറി. ഇന്നിപ്പോൾ രാത്രി അടുത്ത അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു മൃതദേഹം കൂടി തങ്ങൾ കണ്ടെത്തിയതായും അത് ഇസ്രായേലിന് കൈമാറുമെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പരമാവധി ഈ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കാൻ ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ കൂട്ടായ്മകളും ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണ നടപടികളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. കാരണം 2 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റ ഒരു സംഭവം ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യക്ഷാമവും കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് UN ഏജൻസികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിത്യവും 600 ട്രക്കുകൾ എത്തും എന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 100 125 ട്രക്കുകൾ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുമതി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ട് തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇത് ജനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഗസയിൽ നിന്നും പുറത്തു വരുന്നത്. ധന്യ.